വിഗ്രഹങ്ങളെ 5 മഹാന്മാരായ ആളുകളെ വിളിച്ചിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതും അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചിരുന്നതും എന്തിനാണ് എന്ന് അവർ തന്നെ പറയാണ്. വയഅബ്ദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലുള്ള മുശ്രിക്കുകളായ ആളുകൾ, ഏത് കാലഘട്ടത്തിലെയും ബഹുദൈവ ആരാധകരായ ആളുകൾ, വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്റിനെ പോലെയുള്ള വിഗ്രഹങ്ങളെ ആരാധിച്ചു വന്നിരുന്ന ആളുകൾ അവർ ആരാധിക്കുകയാണ്, അവർ ഇബാദത്ത് ചെയ്യുകയാണ്. മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ, മാ ലാ യദുർറുഹും, അവർക്ക് ഉപദ്രവം ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളെ, വലാ യൻഫഉഹും, അവർക്ക് ഉപകാരം ചെയ്യാനും കഴിയാത്ത വസ്തുക്കളെ, വയഖൂലൂന, അതിനവർ ന്യായം പറയുന്നത്, അതിനവർ തെളിവായിട്ട് പറയുന്നത്, അതിനവർ തെറ്റല്ല എന്ന് ലഘൂകരിക്കുന്നത്, അവരതിനെ ന്യായീകരിക്കുന്നത്, മാ നഅ്ബുദുഹും, ഞങ്ങൾ ഇവയെ ആരാധിക്കുന്നില്ല, അല്ല ഇവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊഖിനെയും നസ്റിനെയും ഞങ്ങൾ ആരാധിക്കുന്നത്. അവരാരാ? അവർ അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ, നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയിൽ നിന്ന് മരണപ്പെട്ടു പോയ സാലിഹുകളായ ആളുകളുടെ പേരുകളാണിവർ. ഇത് വദ് സാലിഹായ ഒരു മനുഷ്യനായിരുന്നു, സുവാഅ് സാലിഹായ ഒരു മനുഷ്യനായിരുന്നു, യഊസ്, യഊഖ്, നസ്ർ അവരൊക്കെ സാലിഹുകളായ മനുഷ്യരായിരുന്നു. അവർ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ രൂപത്തിലും ഭാവത്തിലും മരത്തിലും കല്ലിലും കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളാണിവ. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസാദിപ്പിക്കുകയും നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഇറാഖിലുള്ള ബഹുദൈവ ആരാധകരായ ആളുകൾ വിശ്വസിക്കുന്നത് കല്ലുകൊണ്ടും മരം കൊണ്ടും ഉണ്ടാക്കിയ നിർജീവമായ ഈ വസ്തുക്കൾ കാണുമെന്നോ ഈ വസ്തുക്കൾ ഉപകാരപ്പെടുമെന്നോ അല്ല, മറിച്ച് ഫൈന്ന ഉലൈക്കൽ അകാബിറ, ഈ വിഗ്രഹങ്ങളും പ്രതിമകളും പ്രതിനിധാനം ചെയ്യുന്ന മരിച്ചുപോയ മഹാന്മാരായ ആ 5 ആളുകൾ യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും. അതാ വിശ്വാസം. ഈ കല്ല് ശുപാർശ ചെയ്യുന്നല്ല, ഈ മരം ശുപാർശ ചെയ്യുന്നല്ല, ഈ വിഗ്രഹം ശുപാർശ ചെയ്യുമെന്നല്ല. ഈ മരം കൊണ്ടും കല്ലുകൊണ്ടും മണ്ണുകൊണ്ടും കൊത്തിയുണ്ടാക്കിയിട്ടുള്ള വദ് എന്ന മഹാന്റെയും സുവാഅ് എന്ന മഹാന്റെയും യഊസ് എന്ന മഹാന്റെയും യഊഖ് എന്ന മഹാന്റെയും നസ്ർ എന്ന മഹാന്റെയും രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട ഈ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അവിടെ ഹൃദയത്തിന്റെ സർവസ്വവും സമർപ്പിക്കുകയും ചെയ്താൽ ഫൈന്ന ഉലൈക്കൽ അകാബിറ, ആ മഹാന്മാർ, ഉലൈക്കൽ അകാബിറ, ആ മഹാന്മാർ ആരുടെ പേരിലാണോ ഈ വിഗ്രഹങ്ങളുള്ളത്, ആ വിഗ്രഹങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന മരിച്ചുപോയ ആ മഹാന്മാരായ ആളുകൾ യകൂനൂന ശുഫആ ലഹും ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഇവർക്ക് വേണ്ടി ശുപാർശ ചെയ്യും, ഇവർക്ക് വേണ്ടി ഇടയാളന്മാരായിട്ട് വർത്തിക്കും, പ്രവർത്തിക്കും എന്നതാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന്. പക്ഷേ ഇസ്ലാം, നൂഹ് അലൈഹിസ്സലാം പറയുന്നത് അത് ശരിയല്ല, അതും ശരിയല്ല എന്ന്. അത് ശരിയെന്നല്ല മാത്രല്ല, അതും ശരിയല്ല. അല്ലാഹുവിലേക്ക്, നിങ്ങളുടെ യജമാനിലേക്ക്, നിങ്ങളുടെ റബ്ബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാനും നിങ്ങളുടെ പ്രാർത്ഥന എത്തിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുവാനും അവന്റെയും നിങ്ങളുടെയും ഇടയിൽ അവൻ ഇഷ്ടപ്പെട്ടവരും അല്ലാത്തവരുമായ ഒരു മധ്യവർത്തിയെയും നിർത്തേണ്ടുന്ന ആവശ്യമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അല്ലാഹു അല്ലാതെ ഇലാഹില്ലാത്തത് കൊണ്ട് യാ ഖൗമി ഉബ്ദുല്ലാഹ, എന്റെ സമുദായമേ, എന്റെ നാട്ടുകാരെ, ഇറാഖി നിവാസികളെ, വദ്ദിനെയും സുവാഇനെയും യഊസിനെയും യഊഖിനെയും നസ്റിനെയും വിട്ടുകൊണ്ട് സാക്ഷാൽ ഏതൊരു അല്ലാഹുവിലേക്ക് ഇവർ നിങ്ങളെ അടുപ്പിക്കുമെന്നും ഏതൊരു അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന, അകലെ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ റബ്ബിനെ നിങ്ങൾ നേരിട്ട് തേടുവീൻ, നേരിട്ട് പ്രാർത്ഥിക്കുവീൻ, അവനെ നേരിട്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുവീൻ. മാലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ നിങ്ങൾക്ക് ഒരു ഇലാഹില്ല, ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. നിങ്ങൾ ഈ സമർപ്പിക്കുന്നത് തന്നെയാണ് ആരാധന. അതുകൊണ്ടാണ് നിങ്ങൾ മുശ്രിക്കുകളായത്. അതുകൊണ്ട് ഈ ആരാധന അർപ്പിക്കാൻ അവനല്ലാതെ ഒരു ഇലാഹില്ല, അവന്റെ ഇടയിൽ ഇടയാളന്മാരില്ല, ഇടത്തട്ടുകാരില്ല, മധ്യവർത്തികളില്ല. നിങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്, നിങ്ങളെ സംരക്ഷിക്കുന്നത് അവനാണ്. നിങ്ങളത് സമ്മതിക്കുന്നുവല്ലോ.
നിങ്ങൾ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യത്തിന് അള്ളാഹു ആണെന്നാണല്ലോ നിങ്ങൾ മറുപടി പറഞ്ഞത്. വദ്ദോ സുവാഅോ യഊസോ യഊഖോ നസ്റാണെന്ന് പറഞ്ഞില്ലല്ലോ. ലാത്തയോ ഉസ്സയോ മനാത്തോ ഹുബലോ ആണെന്ന് പറഞ്ഞില്ലല്ലോ. ക്രിസ്ത്യാനികളായ ആളുകൾക്കും പോലും സാധ്യമല്ല നമ്മളെ സൃഷ്ടിച്ചത് യേശുവാണ് എന്ന്, അല്ലെങ്കിൽ കന്യകാമറിയമാണ് എന്ന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായ മലക്ക് ജിബ്രീലാണ് എന്ന് അവർക്ക് പോലും പറയാൻ സാധ്യമല്ല. നമ്മളെ സൃഷ്ടിച്ചത് യഥാർത്ഥ സാക്ഷാൽ യഹോവ, സാക്ഷാൽ ദൈവമാണെന്ന് മാത്രമേ പറയുവാൻ അവർക്ക് സാധ്യമാവുകയുള്ളൂ. അവരും പറയാണ് ലോകത്ത് അള്ളാഹുവിന് പുറമെ മറ്റു സൃഷ്ടികളെ ആരാധിക്കുന്ന ഒരൊറ്റ വിഭാഗത്തിനും ഈ പ്രപഞ്ചത്തെയോ അതിലുള്ള മുഴുവൻ വസ്തുക്കളെയോ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത് ആ അള്ളാഹു അല്ലാതെ ഇപ്പോൾ ഇവർ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ്, മഹത്തുക്കളാണ് എന്ന് പറയാൻ അവർക്ക് സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു, യാ അയ്യുഹന്നാസ്, ഇനി അങ്ങനെ വല്ല വിശ്വാസം ഉണ്ടെങ്കിൽ ഓ മനുഷ്യരെ, നിങ്ങളുടെ മുമ്പിൽ ഞാനിതാ ഒരു ഉദാഹരണം വിരിച്ചിട്ട് തരുന്നു, സമർപ്പിക്കുന്നു. ആ ഉദാഹരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാ മനുഷ്യരോടുമായിട്ട് പറയാം. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ എക്കാലഘട്ടത്തിലും അള്ളാഹുവിന് പുറമെ മറ്റുള്ള മഹാന്മാരായ ആളുകളെ, അവർ പ്രവാചകന്മാരുണ്ട്, മലക്കുകളുണ്ട്, ഔലിയാക്കളുണ്ട്, മശായിഖന്മാരുണ്ട്, മോശപ്പെട്ട ആളുകളെ ആരെയും ആരാധിച്ചിട്ടില്ല. ഇന്നവർ മോശപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരൊറ്റ ആളെയും ആരാധിച്ചിട്ടില്ല. നല്ലവർ, മഹാന്മാർ, ഉന്നത വ്യക്തിത്വങ്ങൾ, ദൈവ സാമീപ്യമുള്ളവർ എന്ന് മനസ്സിലാക്കി തന്നെ ആരാധിച്ചിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുഴുവൻ മനുഷ്യരോടും, അവരെ ആരാധിക്കുന്ന മുഴുവൻ മനുഷ്യരോടും, അവർക്കുള്ള മുമ്പിൽ പൂജകളും പ്രാർത്ഥനകളും നേർച്ച വഴിപാടുകളും അർപ്പിക്കുന്ന മുഴുവൻ ആളുകളോടും, ഹൃദയത്തിന്റെ വിശുദ്ധിയും ഹൃദയത്തിന്റെ വികാരങ്ങളും അവരുടെ മുമ്പിൽ സമർപ്പിക്കുന്ന മുഴുവൻ മനുഷ്യരോടുമായിട്ട് അല്ലാഹു തആല പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, ദുആ ചെയ്യുന്ന ആളുകൾ ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഒരിക്കലും സൃഷ്ടിക്കൂല. മുമ്പ് സൃഷ്ടിച്ചിട്ടില്ല, ഇനി സൃഷ്ടിക്കൂല. ഏതാളെടുത്തോളി, ലോകത്ത് ഏറ്റവും പ്രഗത്ഭനായി ആരാധിക്കപ്പെടുന്ന വ്യക്തി ഈസാ നബി അലൈഹി സ്വലാം. 220 കോടിയോളം വരുന്ന ക്രിസ്തീയ ലോകം, അവരുടെ മുഴുവൻ അവാന്തര വിഭാഗങ്ങളും നന്നേ ന്യൂനപക്ഷത്തെ മാറ്റി നിർത്തിയാൽ ബാക്കി മുഴുവൻ ആളുകളും ഈസാ അലൈഹിസ്സലാമിനെയാണ് ആരാധിക്കുന്നത്, അദ്ദേഹത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ഈസാ നബി അലൈഹിസ്സലാമിനെ പോലും ഒരു ഈച്ചയെ പടക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബിക്ക് സാധ്യമല്ല, മൂസാ നബിക്ക് സാധ്യമല്ല, മുഹമ്മദ് നബിക്ക് സാധ്യമല്ല, മലക്കുകൾക്ക് സാധ്യമല്ല. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി, അതാ മനുഷ്യരെ വിളിച്ചത്. ഒരു വിഭാഗമല്ല, ഇന്നത്തെ ആളുകളല്ല, എന്നത്തെയും ആളുകൾ. ആദം നബി അലൈഹിസ്സലാം മുതൽ ഇന്ന് വരെ ജീവിച്ചിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിന് പുറമെ അവർ ദുആ ചെയ്തിരുന്ന മഹാന്മാരായ ആളുകളെ പറ്റി അല്ലാഹു തആല പറയുന്നത്, ലൻ യഖ്ലുഖൂ ദുബാബാ, ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല. വലവിജ്തമഉ ലഹു, അതിനുവേണ്ടി അവർ എല്ലാവരും കൂടി സമ്മേളിച്ചാലും ശരി, ആദം നബിയുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ അള്ളാഹുവിന് പുറമെ ഏതെല്ലാം മനുഷ്യർ ആരോടെല്ലാം ദുആ ചെയ്തിരുന്നുവോ, പ്രാർത്ഥിച്ചിരുന്നുവോ, അവരെല്ലാം യോജിക്കട്ടെ, എല്ലാം സമ്മേളിക്കട്ടെ, എല്ലാം ഒരുമിച്ച് കൂടട്ടെ. എന്നിട്ട് അവരെല്ലാവരും കൂടി ശ്രമിച്ചാൽ ഒരീച്ചയെ പടക്കാൻ കഴിയില്ല. മാത്രമല്ല, അവരിൽ നിന്ന് വല്ല നിസ്സാരമായ വസ്തുവും ആ ഈച്ച എടുത്തു കൊണ്ടുപോയാൽ, തിന്നുപോയാൽ, ആ ഈച്ചയിൽ നിന്ന് അതേ അർത്ഥത്തിൽ അത് തിരിച്ചു പിടിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്ന മഹാന്മാരെന്ന് പറയുന്ന ആളുകളും ദുർബലമാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പറയുകയാണ്. എന്തിനു ദുർബലമാണ്? ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ ദുർബലമാണ്. അല്ല, രണ്ടൂട്ടരും ഒരുപോലെ എന്നല്ല. ഒരു ഈച്ചയെ പടക്കാൻ ഇവർക്ക് ആർക്കും കഴിയില്ല. ഈച്ചയെപ്പോലും അവിടെ പടക്കുന്നില്ല. അപ്പൊ പടച്ചത് അല്ലാഹുവാണ്, സംരക്ഷിക്കുന്നത് അല്ലാഹുവാണ്.